ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് താഞ്ചുൻറു ജട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്, ഒരു ബോട്ട് ജട്ടിയിലാണ്. സോ ഇവിടെ നിന്നാണ് നമ്മുടെ മാംഗ്രൂ ടൂർ ആരംഭിക്കുന്നത്, കിളിയോ എക്കോ ഫോറസ്റ്റ് ടൂർ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഇതാട്ടോ ഗൈസ് എൻട്രൻസ്. ലങ്കാവിൽ വന്നിട്ട് വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ്. നമ്മുടെ ക്ലൂക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആണ് ഇവിടെയും ബുക്ക് ചെയ്തത്. സോ എന്തായാലും നമുക്ക് നേരെ പോവാം. ഇവിടെ ബോട്ടിംഗ് ആണ് മെയിനായിട്ട്. ബോട്ടിൽ അടുത്ത സ്ഥലങ്ങൾ, ജട്ടികൾ, ഓരോരോ ദ്വീപുകൾ, ഐലൻഡ്സ് എല്ലാം കാണിച്ചു തരും അവർ. പിന്നെ ലാസ്റ്റ് ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റിൽ ഫുഡും ഉണ്ട്. എന്തായാലും നേരെ വിടാം ഗൈസ്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്താണ്, കുറേ ബോട്ടുണ്ട്, കുറേ പ്രൈവറ്റ് യാത്രകളും ഉണ്ട്. നമുക്ക് ഗ്രൂപ്പ് ടൂറും ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രൂപ്പ് ടൂറിന് അറൗണ്ട് 1000 രൂപയുള്ളൂ. പ്രൈവറ്റ് ബോട്ട് എടുത്താൽ നല്ല പൈസയാണ്. നമ്മുടെ ബോട്ടിൻ്റെ ആൾ ഇവിടെ വരാമെന്ന് പറഞ്ഞു, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. എന്തായാലും ബോട്ടിൽ പോയിട്ട് നോക്കാം. കുറേ ആൾക്കാരുണ്ട് ഇവിടെ മൊത്തത്തിൽ. ഗൈസ് നമ്മൾ പുറപ്പെട്ടു. ഇനി ഇവിടെ നിന്ന് കുറേ ബോട്ടുകളുണ്ട്. ബോട്ടുകളെല്ലാം കഴിഞ്ഞ് നമുക്ക് അപ്പുറത്ത് കടലിലോട്ട് എത്തണം, നല്ല സ്പീഡിൽ പോകും. അപ്പം ഞാനൊരു പ്രൈവറ്റ് തന്നെ എടുത്തത്, കാരണം വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളപ്പം ഗ്രൂപ്പായിട്ട് പോയാൽ ഷോ പോവാം. ഇതാണ് ഗൈസ് ഈഗിളിൻ്റെ സ്പോട്ട്സ്. ഇവിടെ കുറേ ഈഗിൾസ് കാര്യങ്ങളുണ്ട്. ഫുഡ് എറിഞ്ഞാൽ അത് വന്ന് കുത്തുന്ന പറയുന്ന ആൾ. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോൾ അധികം ഈഗിൾസ് ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കാം, ഫുഡ് എറിഞ്ഞ് നോക്കാൻ വരുമോ നോക്കാം. ഗൈസ് ഈഗിൾസ് കാര്യങ്ങൾ പറക്കുന്നുണ്ട്. എന്താ അവരെന്തോ ചിക്കൻ എന്തോ ഇട്ട് കൊടുക്കണത്. ഇപ്പോൾ താഴെ ഒന്ന് കുത്തുന്നുണ്ട്. മഴ പെയ്യുന്നുണ്ട്, അതാണ് കാര്യമായിട്ട് ഈഗിൾസ് വരാത്തത്. വേണ്ട കുത്തി. നല്ല മഴയുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ വെള്ളത്തിന്റെ കളറൊക്കെ മാറി. പക്ക നീല കളറെന്ന് പറയാൻ പറ്റില്ല, ഒരു പച്ച കളർ. മേക്കൂടെ മാക്സും കാര്യങ്ങളൊക്കെകൊണ്ടായിരിക്കണം. നല്ല ജെറ്റ് ചെയ്തതെല്ലാം പക്ക ഒരു നീല പച്ച കളർ, മറ്റേ ലൈറ്റ് നീല കളറാണ്. ചെളി കളറാണ്, ഒരു ഗ്രീനിഷ് കളർ. അല്ലെങ്കിൽ ഇതിന്റെ ഷെയ്ഡ് അടിച്ചിട്ടും ആവാം മരത്തിന്റെ. ഗൈസ് ഇത് അടുത്ത സ്പോട്ടാണ്. സോ ഇവിടെ ഫുള്ള് മങ്കി ഐലൻഡെന്ന് പറഞ്ഞത്. ഇവിടെ എല്ലാം മങ്കികളാണ്, കുരങ്ങന്മാരെ ഇവിടെ. ഓക്കെ ഗൈസ് ഇത് അടുത്ത ലൊക്കേഷനാണിത്. ഒരു പറഞ്ഞ ക്രൊക്കോഡൈൽ കേവ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗുഹയാണ്, സംഭവം കൊള്ളാം. ഗുഹയെ കൂടെയൊക്കെ പോകും. ഏതാ ഇതാണ് ഗൈസ് നമ്മൾ വന്ന ബോട്ട്. എല്ലാത്തിലും ആൾക്കാരുണ്ട്. നമ്മൾ പ്രൈവറ്റ് ബോട്ടാണ്. അപ്പം ഈ ഒരു ലൊക്കേഷനിലെത്തി. മേളിൽ ബാറ്റ് കേവ് ആണ്, അതിൻ്റെ ഉള്ളിൽ കുറേ ബാറ്റ്സ് ഒക്കെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഉള്ളിൽ പോയിട്ട് വരാം. ഗൈസ് ഇതാണ് നമ്മുടെ ബാറ്റ് കേവിലേക്കുള്ള വഴി. ഇപ്പോൾ തന്നെ മഴയും കാര്യങ്ങളും തുടങ്ങി. അയ്യോ
ചെറിയ കാട്ട് വഴിയാ. എൻ്റെ കുരങ്ങന്മാരൊക്കെ ഉണ്ടെന്ന് പറയാനുണ്ട്. അതിന് വഴിയുള്ള കുരങ്ങന്മാരുണ്ട്. ചത്താലൊന്നും അവർ റെസ്പോൺസിബിൾ അല്ലെന്നാണ് പറയണത്. വിളിച്ചെന്നിട്ട് നോക്കാം. നോക്കിക്കേ ഗൈസ്, ഇതാണ് ബാറ്റ് കേവ്. ബാറ്റ് തലവത്തിന് കിടക്കണുണ്ടോ? അയ്യോ, ഭയങ്കര സീനാട്ടോ. ചെറിയ ഗുഹയത്, നല്ല രസമുണ്ട്. പക്ഷെ സ്ഥലം അവിടെ നമ്മളപ്പോൾ പുറത്തിറങ്ങി തിരിച്ച് ബോട്ടിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മുടെ ബോട്ട് പുറപ്പെട്ടു ഗൈസ്. പക്ഷെ മഴ ഉണ്ടോ? ഒടുക്കാത്ത മഴയാ. എൻ്റെ ആണെങ്കിൽ റെയിൻകോട്ട് പോലും ഇല്ല. പിന്നെ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ഒറ്റപ്പെട്ട മഴകളാണ്. ഇവിടെ മഴ ഉണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ മഴ ഉണ്ടാവണമെന്നില്ല. ലങ്കാവി മൊത്തം ഒറ്റപ്പെട്ട മഴകളാണ്. അതുകൊണ്ട് പിന്നെ തീരുണ്ടാവില്ല. വേണമെങ്കിൽ അവിടെ നിന്ന് റെയിൻകോട്ട് വാങ്ങാം. പിന്നെ എന്തിനാ പൈസ കളയാനെന്ന് ഓർത്ത്. നല്ല എക്സ്പെൻസീവ് എവിടെ എന്ത് വാങ്ങിയാലും. നോക്കിക്കഴിഞ്ഞിട്ട് ഇപ്പം ഭയങ്കര റെയിനാട്ടോ. ഭയങ്കര തകർത്ത് വീണേ മഴ. പക്ഷെ വേറെ എക്സ്പീരിയൻസ് ആണെന്ന് തന്നെ പറയണം മഴയത്ത് ഇങ്ങനെ പൊട്ടി പോകാനായിട്ട്. ഒരിക്കലും കിട്ടൂല. കടത്തും ഈ എക്സ്പീരിയൻസ് കിട്ടൂല. 1 വേ എന്തായാലും മഴ ഇല്ലാണ്ട് പോകാൻ പറ്റി. തിരിച്ച് ഫുള്ള് കൂട നിറഞ്ഞ് കിടക്കണ മലകൾ. ഇതാണ് മെയിൻ കൊടിയിലും. ഇതാണ് മെയിൻ. ദൂരം വെള്ളമാണ്, ദൂരം ഉള്ളതാണ്. ഒരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. ഉള്ളൊരു ഷൂവിൻ്റെ ചെയ്തിട്ടുള്ള ഒരു മലയാണ്. ഇതും മലകളൊക്കെയാണ്. അതാണ് മെയിനൊരു ഫോട്ടോ സ്പോട്ട്. ഇപ്പൊ നമ്മള് പക്കാ കടലിലേക്ക് എത്തി. അതങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സൈഡിന് മാത്രം കുറച്ച് ഹൈലൈറ്റ്സ് അതൊക്കെ ഉണ്ടാകും. എന്താ ഫ്രണ്ടോട്ട് ചെയ്യാം. പക്കാ. പിന്നെ അതേപോലെ നേരെ കാണുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ജസ്റ്റ് ഒരു 25 മിനിറ്റ് നേരെ പോയാൽ തായ്ലൻഡ് എത്തി. തായ്ലൻഡിന്റെ തീരത്തെത്തി. നമ്മൾ സൈഡിൽ ഇപ്പൊ ബാക്ക് ഇരുന്ന് പറഞ്ഞത്. ലാൻഡ് കാണാൻ പറ്റും. ഇപ്പൊ മഴ ആയതുകൊണ്ട് കോട കൂടി കടന്നിട്ടാണൊന്നും കാണാത്തത്. അല്ലെങ്കിൽ നേരെ ഒരു 25 മിനിറ്റ് നേരെ പിടിച്ചാൽ തായ്ലൻഡ് എത്തി. ചാട്ടമുണ്ടാ ബോട്ട്. ഹൈവേ ആണ്. ഇങ്ങനെ കണ്ണിലധികം കാണാം. മീനിൻ്റെ സൈസ് നോക്കിക്കേ ഗൈസ്. നമ്മുടെ ലാസ്റ്റ് സ്പോട്ടാണ്. ഇത് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ പാക്കേജിൽ ഫുഡ് ഇൻക്ലൂഡ് ആയിരുന്നു. സ്റ്റാൻഡേർഡ് എന്താ പറയുക, ഫ്രൈഡ് റൈസേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. പുറത്തുപോലെ അല്ല, നല്ല എക്സ്പെൻസീവാണ്. ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് എല്ലാം മറ്റേ ഡ്രം നിറച്ച് വെച്ചേക്കുന്ന അടിയിൽ. ഫുഡ് പക്ഷേ കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. അവർ ലൈവായിട്ട് ഈ സാധനം പിടിച്ചിട്ട് ഗ്രില്ല് ചെയ്തൊക്കെ എടുക്കുമായിരിക്കും. അങ്ങനെയാണ്. ക്രാബൊക്കെ അപ്പുറത്തുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളിനി നേരെ ജട്ടിയിലേക്ക് തിരിച്ചു പോകണം. ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ എല്ലാം മാറി. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. ചെറിയൊരു മഴയുള്ളൂ. ഗൈസ് ദാറ്റ്സ് ഓൾ. നമ്മുടെ ട്രിപ്പ് അപ്പോൾ ഇവിടെ അവസാനിച്ചു. ഇതിൽ അടിപൊളിയായിരുന്നു. അടിപൊളി ട്രിപ്പായിരുന്നു. അങ്ങനെ ഫൈനലി റൂമിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളി ദിവസമായിരുന്നു. പിന്നെ മഴ കുറച്ച് ചതിച്ചെന്ന് പറയാനുള്ള ഞാൻ. കാരണം നമ്മളങ്ങോട്ട് ബോട്ടിൽ പോണ വഴിക്ക് മഴയും കാര്യങ്ങളും ഇല്ലായിരുന്നു, നിങ്ങൾ വിഷ്വൽസിൽ കണ്ട പോലെ. അപ്പോൾ നമുക്ക് നേച്ചറൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റി. പക്ഷെ പിന്നെ ഉൾക്കടലിലേക്ക് എത്തിയപ്പോഴാണ് മഴ വന്നത്. പക്ഷെ പ്രത്യേക ഒരു വൈബായിരുന്നു മഴ പെയ്തപ്പോൾ. കാരണം മഴയത്ത് പോകാനും പറ്റി. എനിക്ക് എന്തായാലും ഇഷ്ടമായി. മഴയും കാര്യങ്ങളും വന്ന് നന്നായി. പക്ഷെ അത് കഴിഞ്ഞ് പറഞ്ഞ സമയത്ത് ചെറുതായിട്ട് മഴ പണിവാളി. എന്തായാലും നമ്മുടെ ലങ്കാവി പാരായണം ഇവിടെ അവസാനിക്കുന്നു. ഇനി നാളെ വൈകുന്നേരം ഫ്ലൈറ്റാണ്, നാളെ ഉച്ചയ്ക്ക് ശേഷം. ഇവിടെ ഇനി അങ്ങനെ കാണാനായിട്ട് വേറെ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല. അപ്പോൾ ഇവിടെ ബാഗും കാര്യങ്ങളൊക്കെ ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. കുറേ സാധനങ്ങൾ വാങ്ങി. ഇനി ഇതെല്ലാം പാക്ക് ചെയ്യാൻ ഇത്തിരി പണിയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് റിട്ടേൺ അടിക്കേണ്ട കാര്യങ്ങൾ നോക്കണം.
അപ്പോൾ ഇനി അത് ഞാൻ വ്ളോഗാക്കിയിരുന്നോ വേണ്ടി ഒന്ന് മൂടനുസരിച്ചിരിക്കും. ഇപ്പം നിലവിലൊന്നും തീരുമാനിച്ചിട്ടില്ല. എനിവേ നമ്മൾ ബാക്കി ലങ്കാവി അതുപോലെ കോലാലംപൂർ വ്ളോഗ്സ് എല്ലാം ചാനലിട്ടിട്ടുണ്ട്. സോ എല്ലാവരും മാക്സിമം എല്ലാം കാണാൻ ശ്രമിക്കുക. അപ്പോൾ എനിവേ ദിസ് ഈസ് മീ ആൽഫിൻ സൈനിങ് ഓഫ്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, താങ്ക്സ് ഫോർ വാച്ചിങ്.